നമസ്തേ, ഞാൻ വിഷ്ണു. ജനുവരി മാസത്തിലെ 27 നക്ഷത്രങ്ങളുടെയും ഗുണദോഷാനുഭവങ്ങളെ ഗ്രഹചാരസ്ഥിതി അനുസരിച്ച് പ്രവചിക്കുന്നു. ചാരവശാൽ ശനി കുംഭൻ രാശിയിലും, വ്യാഴം മേടം രാശിയിലും, ചൊവ്വ ധനുരാശിയിലും, ബുധൻ വൃശ്ചിക രാശിയിൽ വക്രത്തിലും, ശുക്രൻ വൃശ്ചിക രാശിയിലും, രാഹു മീനം രാശിയിലും, കേതു കന്നിയിലും സഞ്ചരിക്കുന്നു. ബുധൻ ജനുവരി 7 വക്രഗതി മാറി ധനുരാശിയിലേക്ക് വരുന്നു. ശുക്രൻ ജനുവരി 18 ധനുരാശിയിലേക്ക് വരുന്നുണ്ട്. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികക്കാല് മേടക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ വളരെ നല്ല കാര്യങ്ങൾ നടക്കും. എന്നാൽ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ചില ദോഷങ്ങളും കാണുന്നു. മേടക്കൂറുകാർക്ക് സത്കർമ്മങ്ങൾ യഥാവിധി ചെയ്യുവാൻ സാധിക്കാതെ വരികയോ അവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. മഹാരോഗങ്ങൾക്കും ആപത്തുകൾക്കും സാധ്യതയുണ്ട്, ശ്രദ്ധ വേണം. ഭാഗ്യക്കുറവ് ഉണ്ടാകും. അച്ഛനും ഗുരുക്കന്മാർക്കും പേരക്കിടാങ്ങൾക്കുമൊക്കെ രോഗദുരിതങ്ങളും സുഖക്കുറവും ഉണ്ടായേക്കാം. യാത്രകളിൽ ക്ലേശങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾക്ക് വൈദ്യസഹായം അനിവാര്യമാണ്. മനോദുഃഖം, ദുഷ്കീർത്തി, ക്ഷതം, ധനനഷ്ടം ഇവ ഫലമാകുന്നു. ചികിത്സാ കാര്യങ്ങൾക്കായി അധികമായി പണം ചെലവഴിക്കേണ്ടി വരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം നടക്കുകയില്ല. ബുദ്ധിക്ക് മന്ദതയും കലഹങ്ങളും സ്വസ്ഥതയില്ലായ്മയും ഫലമാകുന്നു. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകും. എന്നാൽ ശുക്രന്റെ മാറ്റത്തോടെ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. ധനലാഭം ഉണ്ടാകും. ധർമ്മകാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. എല്ലാവിധത്തിലുമുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. 11 ശനിയും ധനത്തിനും പ്രതാപത്തിനും പുഷ്ടിയെ തരുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹവുമായി ബന്ധപ്പെട്ട് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും. കാര്യങ്ങൾ വളരെ വേഗം ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടാകുമെന്ന് മാത്രമല്ല, വളരെ ഊർജ്ജസ്വലവുമായിരിക്കും. ദോഷങ്ങൾക്ക് പരിഹാരമായി ശനിയാഴ്ച തോറും എള്ളുവിളക്ക് തെളിക്കുകയും ശിവങ്കൽ ഭാഗ്യശുക്താർച്ചന നടത്തുകയും വേണം. വ്യാഴാഴ്ച വിഷ്ണുവിന് നെയ്വിളക്ക് അഷ്ടോത്തരാർച്ചന, വെള്ളിയാഴ്ച വിനായകന് നാളികേര സമർപ്പണവും നടത്തി ദോഷങ്ങൾക്ക് നിവൃത്തി വരുത്തുക. ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകയിരം അര ഇടവക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ കുടുംബത്തിൽ പങ്കാളിയുമായി കലഹങ്ങൾ ഉണ്ടാകും. പങ്കാളിക്ക് അസുഖങ്ങൾ ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായും വരും. നയനരോഗം, ഉദരരോഗം, മാനസിക അസ്വാസ്ഥ്യം ഇവയും ഉണ്ടാകുന്നതാണ്. ലൈംഗിക ആകർഷണക്കുറവുണ്ടാകും. അസ്ഥികൾക്ക് പൊട്ടൽ, അംഗങ്ങളിൽ മുറിവ്, രക്തസ്രാവം ഇവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാനസികമായി വളരെ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അഭിമാനക്ഷതമുണ്ടാകും. ഏതു കാര്യങ്ങൾക്കും വിജയസാധ്യതയുണ്ടാകുന്നതുമാണ്. ധനത്തിന് പുഷ്ടിയുണ്ടാകും. സന്താനങ്ങൾക്ക് സൗഖ്യവും സന്താന വിഷയങ്ങളിൽ നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിന് സുഖം ലഭിക്കും. പ്രവൃത്തികളിൽ ചുറുചുറുക്കും സാമർഥ്യവും പ്രകടമാകും. മത്സര പരീക്ഷാദികളിൽ വിജയം നേടുവാൻ വസ്ത്രലാഭമുണ്ടാകും. അധികമായ യാത്രകൾ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകും. ചെലവ് അധികമാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഭയം ഇടയ്ക്കിടെ ഉണ്ടാകും. സ്ത്രീകൾ കാരണം ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. കർമ്മരംഗത്ത് മെല്ലെപ്പോക്ക് ഉണ്ടാകും. വിദ്യാഭ്യാസപരമായി ചില ബുദ്ധിമുട്ടുകൾ, ഹൃദയത്തിന് രോഗബാധ, ദുഷ്കീർത്തി ഇവയും ഫലമാകുന്നു. ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുകയും നെയ്വിളക്ക്, ത്രിമധുരം ഇവ സമർപ്പിക്കുകയും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം, തൃക്കൈവെണ്ണ ഇവ നടത്തുകയും ശനിയാഴ്ച ശാസ്താവിന് എള്ളുവിളക്ക്, ശനീശ്വരന് എള്ളുപായസം ഇവ ദോഷദുരിതങ്ങളുടെ കാഠിന്യമനുസരിച്ച് നടത്താവുന്നതാണ്. മിഥുനക്കൂറ് മകയിരമര തിരുവാതിര പുണർന്ന മുക്കാല് മിഥുനക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും. സ്ഥാനമാനങ്ങൾക്കും കീർത്തിക്കും ഉയർച്ചയുണ്ടാകും. എങ്കിലും ജനവിരോധത്തിന് കാരണങ്ങളുണ്ടാകും. രോഗങ്ങളിൽ നിന്നും മുക്തി, ശത്രുദോഷങ്ങൾക്ക് ശമനം, കലഹഭയം ഇവയും ഫലമാകുന്നു. ചെമ്പ്, സ്വർണം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വായു സംബന്ധമായ രോഗങ്ങൾ, കുടലിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഇവയുണ്ടാകും. ദാമ്പത്യ കലഹം, കണ്ണുകൾക്ക് രോഗബാധ ഇവയും ഫലമാകുന്നു. യാത്രകൾ ആവശ്യമായി വരും. മുഖത്ത് ദൈന്യഭാവം നിഴലിക്കും. പല വിധത്തിൽ ധനലാഭം ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങൾ പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കും. സന്താന ലാഭം ഉണ്ടാകും. ബന്ധുക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ബന്ധനം, സ്വന്തം ധർമ്മപ്രാപ്തിക്ക് തടസ്സം, ശത്രുത ഇവയും ഫലമാകുന്നു.
ദോഷങ്ങൾക്ക് പരിഹാരമായി ശനിയാഴ്ച ദിവസം ശിവന് ജലധാര, ഭാഗ്യസൂക്ത അർച്ചന ഇവ നടത്തുകയും ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് വിളക്ക് തെളിക്കുന്നതും ത്രിമധുരം വഴിപാട് നടത്തുന്നതും ശുഭകരമായിരിക്കും. കൂടാതെ ബുധനാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. കർക്കടകക്കൂറ് പുണർദം കാല പൂയം ആയില്യം. കർക്കടകക്കൂറുകാർക്ക് ജനുവരി മാസം ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. അതുപോലെ തന്നെ ശത്രുക്കൾക്കും ദുഃഖത്തിനുമൊക്കെ നാശമുണ്ടാകുന്നതുമാണ്. ചുറ്റുപാടുകൾ പൊതുവെ സമാധാനപരമായിരിക്കും. ഗൃഹാന്തരീക്ഷവും സന്തോഷകരമായിരിക്കും. എങ്കിലും സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും. പാപകർമ്മങ്ങൾ ചെയ്യുവാനിടയാകും. നല്ല പൈതൃകം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഇവയും ഫലമാകുന്നു. നല്ല ഭക്ഷണം, വസ്ത്രം ഇവയും ലഭിക്കും. ശത്രുക്കൾ നിമിത്തമുള്ള ഭയം, രോഗഭയം, കലഹഭയം ഇവയുണ്ടാകും. സൗഭാഗ്യസിദ്ധി ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. എന്നാൽ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. ധനനഷ്ടവും ഉണ്ടാകും. ബന്ധുജനങ്ങളുമായുള്ള സഹവാസവും അവരെ കൊണ്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രതാപത്തിന് വർധനവുണ്ടാകും. ധനലാഭമുണ്ടാകും. സന്താന വിഷയങ്ങൾ അനുകൂലമാകും. ഗുരുജനങ്ങൾക്ക് സന്തോഷമുണ്ടാകും. സ്വന്തം ജനങ്ങളോട് വേർപാടും ഉണ്ടാകുന്നതാണ്. ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുകയും അഷ്ടോത്തരാർച്ചന നടത്തുകയും വേണം. ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് തേനഭിഷേകം, അവൽ നിവേദ്യം ഇവ നടത്താവുന്നതാണ്. കൂടാതെ വ്യാഴാഴ്ച വിഷ്ണുവിന് വനമാല ചാർത്തുന്നതും ശ്രേയസ്കരമായിരിക്കും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം കാല്. ചിങ്ങക്കൂറുകാർ ജനുവരി മാസത്തിൽ വിജയപ്രദവും ശുഭകരവുമായ യാത്രകൾ ചെയ്യും. വരുമാനത്തിൽ വർധനവുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ഓഹരി വിപണികളിൽ മുന്നേറ്റമുണ്ടാകും. പണമിടപാടുകൾ ഫലപ്രദമായിരിക്കും. സംരംഭങ്ങളിൽ ഉയർച്ചയും നേട്ടങ്ങളുമുണ്ടാകും. വിനോദത്തിലൂടെയും കുട്ടികളിലൂടെയും നേട്ടങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. എന്നാൽ ഇടയ്ക്കൊക്കെ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും. ദുർജനങ്ങളുമായി സംസർഗം, ഉദരഭാഗത്ത് രോഗബാധ, മലത്തിലൂടെ രക്തം വരുന്ന രോഗങ്ങൾ ഇവയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലുള്ളവരോട് കലഹമുണ്ടാകുന്നതാണ്. ധനുമാസത്തിൽ വിവാഹം പറയുന്നില്ലെങ്കിലും ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള യോഗം കൂടിയുണ്ട്. സന്താന ഗുണമുണ്ടാകും. നിയമപാലകർക്കും സാമൂഹ്യ പ്രവർത്തന മേഖലയിലുള്ളവർക്കുമൊക്കെ നല്ല ആജ്ഞാശക്തി ഉണ്ടാകും. നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുവാനും സാധിക്കും. അംഗീകാരങ്ങളും ബഹുമാനവും ലഭിക്കും. വസ്ത്രങ്ങൾക്കും ശത്രുക്കൾക്കും നാശമുണ്ടാകും. പ്രതാപം വർദ്ധിക്കും. ബന്ധുജനങ്ങളുമായും ഭൃത്യജനങ്ങളുമായും സഹവാസമുണ്ടാകും. ദൂരദേശ സഞ്ചാരം ചെയ്യും. ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി വിളക്ക്, മാല, തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് ഗുരുതി പുഷ്പാഞ്ജലി ഇവ നടത്തണം. ശനിയാഴ്ച ശിവന് ജലധാര, കൂവളമാല ഇവ നടത്തുകയും ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ച് നെയ്വിളക്ക് ഗൃഹത്തിൽ തെളിക്കുന്നതും ഐശ്വര്യപ്രദമായിരിക്കും. കന്നിക്കൂറ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. കന്നിക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ സാമ്പത്തികമായി മികച്ച അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. യാത്രകളിൽ അപകടത്തിന് സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും മാനസിക ഐക്യം ഉണ്ടായെന്ന് വരുന്നതല്ല. ദുഷ്കീർത്തി ഉണ്ടാവും. ബന്ധുജനങ്ങൾ കാരണം ചില കഷ്ടതകളും ഉണ്ടായെന്ന് വരാം. ദാമ്പത്യ സുഖത്തിന് തടസ്സമുണ്ടാകും. രോഗങ്ങളെ കൊണ്ട് ഭയം, ഭൂമിക്കടിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് ധനലാഭം ഇവയും ഫലമാകുന്നു. ശത്രുക്കൾക്ക് നാശം സംഭവിക്കും. ആമാശയ രോഗങ്ങൾ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, വായുകോപം ഇവയ്ക്കും സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായി സംസർഗമുണ്ടാകും. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അഭിവൃദ്ധിയും ഉണ്ടാകും. യാത്രകളും ക്ലേശങ്ങളും ഉണ്ടാകുന്നതാണ്. ദുഃഖം, കർമ്മതടസ്സം, രോഗബാധ ഇവയും ഫലമാകുന്നു. ബഹുമാനവും ആദരവും ലഭിക്കും. ധനധാന്യങ്ങൾ ഭാവിയിലേക്കായി സംഭരിച്ചു വയ്ക്കുവാൻ സാധിക്കും. ദോഷങ്ങൾക്ക് പരിഹാരമായി ഞായറാഴ്ച ശിവന് ക്ഷീരധാര നടത്തുകയും പങ്കാളിയുടെ നാളും പേരും കൂട്ടിച്ചേർത്ത് സ്വയംവര മന്ത്രാർച്ചന നടത്തുകയും ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം കരിക്കഭിഷേകം, തൃഷ്ടുപ് മന്ത്രാർച്ചന, ദീപം തെളിക്കൽ ഇവ നടത്തുകയും വ്യാഴാഴ്ച വിഷ്ണുവിന് മഹാസുദർശന മന്ത്രാർച്ചന, പാൽപായസം ഇവയും നടത്താവുന്നതാണ്. തുലാക്കൂറ് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. തുലാക്കൂറുകാർക്ക് ജനുവരി മാസം ധനാഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ശത്രുദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. സംരംഭങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. പൈതൃകവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്.
പാരമ്പര്യമായി ലഭിച്ച ജോലിയിലൂടെ ഉയർച്ചയുണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളുടെ സംഗമമുണ്ടാകും. അശ്രദ്ധ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആഹാരസുഖം ലഭിക്കും. സുഗന്ധദ്രവ്യങ്ങളും ശയനോപകരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഗവൺമെന്റിനെയും ശത്രുക്കളെയും ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ദാമ്പത്യ സുഖം ലഭിക്കും. ബുദ്ധിക്ക് തീക്ഷ്ണത വർദ്ധിക്കും. വാക്സാമർഥ്യമുണ്ടാകും. കാര്യലാഭം നേടുകയും ആഗ്രഹിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഗവൺമെന്റിൽ നിന്നോ ഉന്നതരിൽ നിന്നോ ആദരവും ബഹുമാനവും ലഭിക്കും. സന്താനങ്ങളോട് വേർപെട്ട് താമസിക്കുവാനിടയാകും. ദോഷങ്ങൾക്ക് പരിഹാരമായി ബുധനാഴ്ച ദിവസം ശ്രീരാമന് പാൽപ്പായസം, നെയ്വിളക്ക്, മാല ഇവ നടത്തുകയും ഹനുമാൻ സ്വാമിക്ക് ശനിയാഴ്ച ദിവസം അവൽ നിവേദ്യം നടത്തുകയും ശനീശ്വരന് അഷ്ടോത്തരാർച്ചന നടത്തുകയും വേണം. വൃശ്ചികക്കൂറ്, വിശാഖം കാല്, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ സാഹിത്യാദി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. കമ്മീഷൻ ഏജൻസികളൊക്കെ വിജയകരമാകും. അച്ചടി, പത്രപ്രവർത്തനം ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. യാത്രകൾ നടത്തേണ്ടി വരും. ശരീരതാപനില വർദ്ധിച്ചുള്ള രോഗങ്ങൾ ഉണ്ടാകും. പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. ധനനഷ്ടമുണ്ടാകും. കണ്ണിന് രോഗബാധയുണ്ടാകും. അന്യരാൽ വഞ്ചിക്കപ്പെടും. ദേഹത്തിൽ മുറിവുകളോ ഭംഗമോ ഉണ്ടായേക്കാം. കാര്യതടസ്സമുണ്ടാകും. ഗവൺമെന്റിൽ നിന്നും പ്രതികൂല നടപടികൾ, കള്ളന്മാരുടെ ശല്യം, പൊള്ളലേൽക്കുക ഇവ ഫലമാകുന്നു. മാനസികമായി വളരെ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. ശരീരത്തിന് ക്ഷീണം സംഭവിക്കും. മനോഹരമായി സംസാരിക്കും. സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാൽ പോലും അവയിൽ നിന്നും സുഖം ലഭിക്കാത്ത സന്ദർഭങ്ങളും ഉണ്ടാകും. സദ്മാർഗത്തിലൂടെയും ധനം സമ്പാദിക്കും. നിങ്ങളുടെ മനസ്സിലെ കൗടില്യം ഇടയ്ക്കൊക്കെ പുറത്തു വരും. പങ്കാളിയെയും നിങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മറ്റു പലതിനെയും വേർപെട്ട് കഴിയാൻ ഇടവരും. എല്ലാവരോടും കലഹിക്കുകയും ചെയ്യും. ദോഷപരിഹാരമായി വ്യാഴാഴ്ച ദിവസം നരസിംഹമൂർത്തിക്ക് നരസിംഹ മന്ത്രാർച്ചനയും പാനക നിവേദ്യവും നടത്തുകയും ശിവന് കുവളമാല, വിളക്ക്, മൃത്യുഞ്ജയാർച്ചന ഇവ നടത്തുകയും ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ത്രിമധുരം, തൃഷ്ടുമന്ത്രാർച്ചന, അഷ്ടോത്തരാർച്ചന ഇവ നടത്തുകയും ശനിയാഴ്ച ശാസ്താവിന് എള്ളുപായസവും നടത്തുക. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം കാല്. ധനുക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടാകും. ബഹുമാനം നേടിയെടുക്കും. കർമ്മങ്ങളിൽ അന്തസ്സും ആഭിജാത്യവും പ്രകടമാകും. സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് വിജയമുണ്ടാകും. അപവാദം കേൾക്കേണ്ടി വരും. തെറ്റായ കുറ്റാരോപണമുണ്ടാകും. തടങ്കലിൽ കിടക്കേണ്ടിയും വന്നേക്കാം. പ്രബലരായ ശത്രുക്കൾ മൂലം അനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. ശാരീരികാധ്വാനം അധികമായി വേണ്ടിവരും. എങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടായെന്നു വരുന്നതല്ല. വിഭവങ്ങൾക്ക് നാശമുണ്ടാകും. അലച്ചിൽ, രോഗം ഇവയും ഫലമാകുന്നു. ദേഹത്തിനും കാര്യങ്ങൾക്കും ഭംഗം സംഭവിക്കും. ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാകും. ദുർവാക്കുകൾ മൂലം നിങ്ങളുടെ ധനം അന്യരാൽ അപഹരിക്കപ്പെട്ടേക്കാം. ശ്രദ്ധ വേണം. സന്താന ദുഃഖം അനുഭവിക്കുന്നവർ സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. മംഗളകാര്യങ്ങൾക്ക് ആലോചനയുണ്ടാകും. പോത്ത്, ആന ഇവയിൽ നിന്നുള്ള വരുമാനത്തിന് വർധനവുണ്ടാകും. രോഗശമനം, വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുക ഇവയും ഫലമാകുന്നു. ദോഷങ്ങൾക്ക് പരിഹാരമായി ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന ഇവ നടത്തുകയും ദേവിക്ക് ദുരിതശമന മന്ത്രാർച്ചന നടത്തുകയും ബുധനാഴ്ച ദിവസം ശ്രീരാമന് പാൽപ്പായസം, മാല, നെയ്വിളക്ക് ഇവ സമർപ്പിക്കുകയും വേണം. മകരക്കൂറ്, ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തിലര. മകരക്കൂറുകാർക്ക് ജനുവരി മാസം സൽപ്രവൃത്തികൾ ചെയ്യും. എന്നാൽ അവയൊക്കെ ഫലപ്രദങ്ങളല്ലാതായി തീരും. ശത്രുക്കളുടെ മേൽ വിജയിക്കുവാൻ സാധിക്കും. മാറ്റങ്ങളിലും പുതുമയിലും ആനന്ദം കണ്ടെത്തും. ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. സഞ്ചാരപ്രിയം, ജനസമ്മതി ഇവ വർദ്ധിക്കും. ആസൂത്രണ മികവ് പ്രകടമാകും. ആത്മീയതയിലും ജാലവിദ്യകളിലും താല്പര്യമുണ്ടാകും. മറ്റുള്ളവരുടെ ചതിയിലൂടെ അപകട സാധ്യതയുണ്ട്. ജാഗ്രത വേണം. പിത്തം കോപിക്ക മൂലം രോഗദുരിതങ്ങൾ ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകും. എല്ലായിടത്തും സുഖത്തിന് ഗ്ലാനി ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാനിടയാകും. അകന്നു കഴിഞ്ഞിരുന്ന പങ്കാളിയുമായി കൂടിച്ചേരും.
സുഗന്ധദ്രവ്യങ്ങൾ, ശയനോപകരണങ്ങൾ, വസ്ത്രം മുതലായ സുഖാനുഭോഗ വസ്തുക്കൾ ഉണ്ടാകുന്നതാണ്. ധനം, സുഖം, ശരീരശോഭ ഇവയ്ക്ക് കുറവുണ്ടാകുന്നതാണ്. മാനസിക ആസക്തിക്കും കുറവ് സംഭവിക്കും. ദോഷങ്ങൾക്ക് പരിഹാരമായി ശിവന് ക്ഷീരധാര, കൂവളയില കൊണ്ട് മൂലമന്ത്രാർച്ചന ഇവ നടത്തുകയും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യന് തൈലാഭിഷേകം, പാനക നിവേദ്യം ഇവ നടത്തുകയും വിഷ്ണുവിന് കദളിപ്പഴ നിവേദ്യം, വനമാല ഇവയും നടത്തണം. കുംഭക്കൂറ് അവിട്ടത്തിലര, ചതയം, പൂരുരുട്ടാതി, മുക്കാല് കുംഭക്കൂറുകാർക്ക് ജനുവരി മാസം സ്ഥാനമാനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ഐശ്വര്യം വർദ്ധിക്കും. രോഗബാധിതർക്ക് രോഗമുക്തിയുണ്ടാകും. സത്കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കും. പല വിധത്തിലും സുഖാനുഭവങ്ങൾ ഉണ്ടാകും. സാമൂഹ്യ സേവകർക്ക് ജനപദങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയരുവാൻ സാധിക്കും. ഏറ്റവും മനോഹരമായി സംസാരിക്കും. നാനാവിധത്തിലും ധനം വന്നു ചേരും. കാര്യങ്ങളിൽ വിജയമുണ്ടാകും. പങ്കാളിയോടും സന്താനങ്ങളോടും സ്നേഹിതന്മാരോടും കൂടിയുള്ള സഹവാസവും എപ്പോഴും സന്തോഷവും ഉണ്ടാകും. എന്നാൽ ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ, പരിചയക്കാർ മുതലായവരിൽ അമിതമായ വിശ്വാസം വെച്ചു പുലർത്തിയാൽ ചതി പറ്റുവാൻ സാധ്യതയുണ്ട്. നല്ല ജാഗ്രത വേണം. പരദൂഷണത്തെയും അപകീർത്തിയെയും ഭയപ്പെടും. സ്വസ്ഥാനത്ത് നിന്ന് മാറ്റം സംഭവിച്ചേക്കാം. കാര്യവിനാശവും ഫലമാകുന്നു. കലഹങ്ങളുണ്ടാകും. ദൂരദേശങ്ങളിൽ യാത്ര പോകേണ്ടി വരും. സന്താനങ്ങളോടും സ്വജനങ്ങളോടും അകന്നു കഴിയേണ്ടി വരിക. അന്യദേശത്ത് താമസിക്കുക. വിഷഭയം, അഗ്നിബാധ, ബന്ധുക്കൾക്ക് നാശമുണ്ടാവുക, ധനം നഷ്ടപ്പെടുക ഇവയും ഫലമാകുന്നു. ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ഐകമത്യ പുഷ്പാഞ്ജലി, ത്രിമധുരം ഇവ നടത്തുക. വിഷ്ണുവിന് മഹാസുദർശന മന്ത്രാർച്ചന, പാൽപായസം ഇവ നടത്തുക. ശനിയാഴ്ച ദിവസം ശനീശ്വരന് എള്ളുപായസം, ഹനുമാൻ സ്വാമിക്ക് തേനഭിഷേകം, വെറ്റിലമാല ഇവ വഴിപാടായി നടത്തണം. മൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുകയും വേണം. മീനക്കൂറ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി മീനക്കൂറുകാർക്ക് ജനുവരി മാസം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലുമൊക്കെ വിജയമുണ്ടാകും. പല വിധത്തിലും ധനലാഭമുണ്ടാകും. ഭോഗസുഖം വർദ്ധിക്കും. ശത്രുദോഷത്തിന് കുറവുണ്ടാവുകയും ശത്രുക്കൾക്ക് നാശവും സംഭവിക്കും. കുടുംബത്തിൽ കൂട്ടായ്മകൾ ഉണ്ടാകും. സമൂഹത്തിൽ ഉന്നതസ്ഥാനീയരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും. സാഹിത്യം, എഴുത്ത്, നിയമ ഉപദേശം, സെക്രട്ടേറിയൽ ഇവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഉയർച്ചയുണ്ടാകും. ആരോഗ്യം നിലനിർത്താൻ യോഗ മുതലായ വ്യായാമ മുറകൾ അഭ്യസിക്കുന്നത് ഉചിതമായിരിക്കും. എല്ലാ സുഖവും ലഭിക്കും. ധർമ്മകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദുഃഖങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നതുമാണ്. ദോഷങ്ങൾക്ക് പരിഹാരമായി ശനിയാഴ്ച തോറും ശിവന് ജലധാര, അഷ്ടോത്തരാർച്ചന ഇവ നടത്തണം. ചാരവശാലുള്ള ഫലം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മമായ ഫലം നിർണയത്തിന് ജാതക പരിശോധനയും കവടി പ്രശ്നവും കൂടി അനിവാര്യമാണ്. എല്ലാവർക്കും സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ദോഷാധിക്യമുള്ള നക്ഷത്രക്കാർ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ നിത്യേനമുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ഓം ശ്രീ ഷൺമുഖായേ നമഃ.